വണ്ടിഭ്രാന്ത് നടൻ അമിത് ചക്കാലക്കലിനുണ്ടാക്കിയ പൊല്ലാപ്പ് ചെറുതൊന്നുമല്ല. ആഡംബര കാറുകളോടുള്ള ഭ്രമമാണ് താരത്തിനിപ്പോൾ കുരുക്കായത്. ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് എത്തിച്ച കാറുകൾ തേടിയുള്ള അന്വേഷണത്തിൽ അമിത്തിൻ്റെ വാഹനവും കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ തൻ്റെ ഒരു കാർ മാത്രമാണ് കസ്റ്റംസ് പിടിച്ചെടുത്തതെന്നും താൻ കാർ കള്ളക്കടത്തുകാരനല്ലെന്നും അമിത് ചക്കാലക്കൽ പറഞ്ഞു. രേഖകൾ ഹാജരാക്കാൻ തനിക്ക് കഴിയുമെന്നും മറ്റ് കാറുകൾ തൻ്റെ ശുപാർശയിൽ ഗ്യാരേജിൽ മോഡിഫിക്കേഷന് കൊണ്ടുവന്നതാണെന്നും നടൻ ന്യൂസ് 18നോട് പ്രതികരിച്ചു. എൻ്റെ കെയർ ഓഫിൽ എന്നോട് ഈ പറയുന്ന വാഹനങ്ങളുടെ ഉടമയിൽ നിന്നും ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. എൻ്റെ കെയർ ഓഫ് എന്ന് പറഞ്ഞുകൊണ്ട് അതൊന്നും എൻ്റെ വാഹനങ്ങളല്ല. ഒറ്റ വാഹനമേ ഉള്ളൂ. ആ വാഹനത്തിൻ്റെ ഡോക്യുമെൻറ്റ്സാണ് ഞാൻ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കിയെല്ലാം അതാത് ഓണേഴ്സാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. തൻ്റെ പേരിലുള്ള ലാൻഡ് ക്രൂയിസർ രജിസ്റ്റർ ചെയ്തത് 1999 25 വർഷമായി ആ വണ്ടി ഇന്ത്യയിലുണ്ട്. അതിൻ്റെ രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. രേഖകൾ തനിക്ക് ഹാജരാക്കാൻ കഴിയുമെന്നും അമിത് ചക്കാലക്കൽ പറഞ്ഞു. ബാക്കി 6 ഗ്യാരേജിൽ നിർമ്മാണത്തിന് വേണ്ടി എത്തിച്ചതാണ്. അതിൻ്റെ ഉടമകൾ വേറെയാണ്. താനൊരു വാഹനപ്രേമിയാണ്. അതുകൊണ്ട് തന്നോട് പലരും ഇതിൻ്റെ നിർമ്മാണം സംബന്ധിച്ച കാര്യങ്ങളിൽ സംശയം ചോദിക്കാറുണ്ട്. ചില സഹായങ്ങളും ആവശ്യപ്പെടും. അതനുസരിച്ച് പരിചയമുള്ള ഗ്യാരേജ് അവർക്ക് റെഫർ ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഗ്യാരേജ് പരിശോധിച്ചപ്പോൾ തനിക്കും നോട്ടീസ് നൽകിയത്. തൻ്റെ പരിചയത്തിലുള്ള വാഹന ഉടമകളോട് നോട്ടീസ് വിശദാംശങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 6 മാസം മുൻപ് കസ്റ്റംസ് പരിശോധന നടത്തിയിരുന്നു. അന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് രേഖകൾ ഹാജരാക്കിയിരുന്നു. ഇപ്പോൾ നടക്കുന്ന വാഹന കള്ളക്കടത്തുമായി തനിക്ക് ഒരു ബന്ധവുമില്ല. താനോ തൻ്റെ സുഹൃത്തുക്കളോ ഈ രീതിയിലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നുമില്ല. നടന്മാരായ പൃഥ്വിരാജിൻ്റെയും ദുൽഖർ സൽമാൻ്റെയും നോട്ടീസ് നൽകിയ വാഹനങ്ങളും നിയമവിധേയമാണെന്നും തനിക്കത് വർഷങ്ങളായി അറിയാമെന്നും അമിത് ചക്കാലക്കൽ കൂട്ടിച്ചേർക്കുന്നു. ദുൽഖർ എന്നെ കുറേ വർഷങ്ങളായിട്ട് ആ വാഹനം ഉപയോഗിക്കുന്നത്. അതിൻ്റെ പഴയ ഓണറിൻ്റെ അടുത്ത് തന്നെ ഏകദേശം വർഷങ്ങൾ മുമ്പോളം ഈ വാഹനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം വർഷങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉള്ളതിന് അതാത് ഓണേഴ്സിൻ്റെ അടുത്ത് തന്നെ പ്രൂഫുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇനി പ്രൊസീഡ് ചെയ്ത് പ്രൂവ് ചെയ്യണം. ഇപ്പോൾ ഈ ഒരു 1 മാസം 2 വർഷം കൊണ്ട് വന്നല്ല എന്നുള്ളത്. കസ്റ്റംസിന്റെ അന്വേഷണത്തോട് സഹകരിക്കാൻ വിസമ്മതിച്ചു എന്നുള്ള വാർത്തകൾ ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ തവണ കസ്റ്റംസ് പരിശോധനയ്ക്ക് വന്നപ്പോൾ രേഖകൾ സമർപ്പിച്ച അഭിഭാഷകനെത്തിയിരുന്നു. സെർച്ച് വാറന്റ് സംബന്ധിച്ച് അദ്ദേഹവും ഉദ്യോഗസ്ഥരും തമ്മിലുണ്ടായ ചെറിയ അഭിപ്രായ വ്യത്യാസമായിരുന്നു അവിടെ ഉണ്ടായത്. താനതിൽ ഇടപെട്ടിട്ടില്ലെന്നും അമിത് പറയുന്നു. പഴയ വാഹനം നന്നായി പണികൾ തീർത്ത് കൊണ്ടു നടക്കുന്നത് കണ്ടിട്ടാണ് സുഹൃത്തുക്കൾ വാഹനത്തിന്റെ പണികൾക്ക് തന്നെ ഏൽപ്പിക്കുന്നതെന്നും അമിത് ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് 18 കൊച്ചി.